മൃദംഗശലേശ്വരി ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ് മണത്തണയിലേക്ക്. ക്ഷേത്ര നഗരി, ദേവനഗരി എന്നറിയപ്പെടുന്ന മണത്തണയിലേക്കാണ് അടുത്ത യാത്ര. നമ്മൾ മണത്തണ എത്തി. മണത്തണ എന്ന് പറയുമ്പോൾ കൊട്ടിയൂർ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു നാടാണ് മണത്തണ. ഒരുപാട് ദേവീക്ഷേത്രങ്ങളുള്ള നാട്. അതാണ് മണത്തണയുടെ പ്രത്യേകത. മണത്തണയിൽ നിന്ന് കുറച്ച് മാറി അയോത്തും ചാൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അത്തിക്കണ്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രവും ഈ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധമുള്ളൊരു ക്ഷേത്രമാണ്. അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിൽ അമ്മയും മക്കളും എന്ന സങ്കല്പത്തിലാണ് ദേവീ സാന്നിധ്യം. ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഇഷ്ടകാര്യങ്ങൾ എന്താണോ നമ്മൾ കാര്യം സാധിക്കേണ്ടത് ആ കാര്യം സാധിക്കും എന്നാണ് വിശ്വാസം. സന്താന ലബ്ധിക്ക് വേണ്ടിയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥന കഴിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവതിയുടെ കലശം കഴിപ്പിക്കലാണ് സാധാരണയായി ഇവിടെ ചെയ്തു വരുന്ന വഴിപാട്. ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കവാടത്തിലെത്തി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇവിടെ കലശമുണ്ടാകുക. ഈ കലശം പ്രാർത്ഥനയായിട്ടാണ് കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് കലശം കണ്ട് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നത്. കൂടാതെ കലശം എന്താണെന്നും കലശത്തിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാനും വേണ്ടിയാണ്. സാധാരണ ദേവീ ക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്താണ് ഈ തെയ്യം ഉണ്ടാകാറ്. അല്ലാത്ത സമയങ്ങളിൽ വെള്ളാട്ടം. ഈ പ്രദേശങ്ങളിൽ ഈ വെള്ളാട്ടത്തെയാണ് കലശം എന്ന് പറയുന്നത്. അതായത് തെയ്യത്തിൻ്റെ ചെറിയ രൂപമാണ് കലശം. തെയ്യത്തിനെ പോലെ വലിയ മുടി ഉണ്ടാവത്തില്ല, മുഖമെഴുത്തില്ല. അതിന് പകരം കുറി തൊടുകയാണ് ചെയ്യാറ്. ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കുടുംബസമേതം വന്നിട്ട് ഇവിടുന്ന് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ടായിരുന്നു. ഭഗവതി കെട്ടിയിറങ്ങുന്നത് ഏകദേശം 4 മണി 5 മണിക്കാണ്. ആ സമയം വരെ നമ്മൾ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കാറുണ്ടായിരുന്നു. അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിൻ്റെ മെയിൻ കോലധാരിയായ അരുൺ പെരുവണ്ണാനാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അത്തിക്കണ്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മെയിൻ കോലധാരിയാണ്. നമസ്കാരം. ചന്ദ്രാട്ടൻ അരുൺ പെരുവണ്ണൻ അല്ലേ? അതെ അതെ, അരുൺ പെരുവണ്ണൻ എൻ്റെ പേര്. നമ്മൾ പാരമ്പര്യമായിട്ട് ഇവിടുത്തെ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരാണ്. കൊട്ടിയൂർ സ്ഥാനീയനാണ്. അച്ചാച്ചനായിരുന്നു, അച്ഛനായി. ഇപ്പം ഞാനാണ് ചെയ്യുന്നത് തറവാട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെറുതിലെ ഈ കഴവായി പോകുന്നതാണ് നമ്മളെ പൂർവികന്മാർ ചെയ്തു. പിന്നെ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ചൊവ്വയും വെള്ളി എടുത്ത് വിശേഷാൽ കലശമാണ് പ്രാധാന്യം, ഭഗവതിൻ്റെ കലശം. അത് ഓരോ ഭക്തന്മാരുടെ വക വഴിപാടായിട്ട്. എന്ന് വെച്ചാൽ എന്താണോ ഭക്തൻ്റെ ഇച്ഛ, അവർക്ക് ആഗ്രഹങ്ങൾ സബലീകരിക്കേണ്ടത്, സാധിക്കേണ്ട കാര്യങ്ങൾ അത് ഈ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലസിദ്ധി വരും. അതിൻ്റെ വകയായിട്ട് ഈ കലശം നടത്തി കൊണ്ടുവയ്ക്കുന്നത് ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ. കർക്കിടക മാസം ഒരു മാസം ഉണ്ടാവില്ല. പിന്നെ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ കലശം ഉണ്ടാവില്ല. കൊട്ടിയൂർ ഉത്സവം വെച്ചാൽ പ്രക്കുഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെരുമാൾ അടിയന്തരാണ്. ഇത് മണത്തണ ദേശം എന്ന് വെച്ചാൽ അതിൽ ഉൾപ്പെട്ട കൊട്ടിയൂർ പെരുമാള ദേശമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടുത്തെ അതുമായി ബന്ധുവില്ല ഭഗവതിയാണ്, കാളിയാണ്, ഭദ്രകാളി. ഭദ്രകാളി. അപ്പോൾ ഇവിടെ 3 സങ്കല്പമുണ്ട് ഭഗവതി. അമ്മയും മക്കളും എന്നാ പറയാ. 3 സങ്കല്പമാണ് ഉള്ളിൽ. ഇതിപ്പം ക്ഷേത്രമാണ്. ക്ഷേത്രമായിട്ട് ബ്രാഹ്മണരെ ആരാധിക്കുന്നുണ്ട്. പുറത്ത് പിന്നെ ഉത്തമവും മധ്യമകർമ്മവും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഭഗവതി കലശത്തറ എന്ന് പറയും അവിടെ. കലശത്തറ അത് 3 ഭഗവതി സങ്കല്പത്തിൽ മധ്യമകർമ്മത്തിൽ ഇവിടെ പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറമുണ്ട് യോഗിമഠം. അല്ലേ? ഇത് യോഗിമഠം. പിന്നെ ഇവിടെ ഈ വർഷത്തിൽ പിന്നെ ശാക്തീയ സമ്പ്രദായത്തിൽ കൗളത്തിൽ ആചരണങ്ങളുണ്ട്. അത് വർഷത്തിലാണ്. ഒരു വർഷത്തിൽ 4-5 കർമ്മം വരും. യോഗികൾ തന്നെ വന്ന് അവർ ചെയ്യുക. അവരെവിടുന്ന് അവർ കുഞ്ഞിപ്പള്ളി. കുഞ്ഞിപ്പള്ളി. പണ്ട് ഇവിടെ ഇല്ല തന്നെ പേരാവരാന്നവരെ ഇതിൻ്റെ
പിന്നെ അവർ ദേശം പൊട്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് താമസിക്കുന്നു. അവരെ ഇത് നമ്മളെ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട അവരെ യോഗി തന്നെ. പൂതനാക്കൂരിൽ ഭണ്ണാര നിലത്തിന് കണ്ടില്ലേ, അവരെ തന്നെ അവരെ തറവാട്ടുപ്പെട്ടവരാണ്. അവരാണ് ഇത് പണ്ട് കാലത്തെ പൂതനാക്കൂരിൽ യോഗി പൂജ ആ സമയത്തിലെ യോഗി പൂജ അവർ തന്നെയാണ് എടുത്ത സ്ഥാനികന്മാർ. അപ്പോൾ അവരെ കൂടിയിലവരാണ് ഇപ്പം കുഞ്ഞിപ്പള്ളിയിലാണ് അവർ താമസിക്കുന്നത്, ബാലകൃഷ്ണൻ എന്നിട്ട്. അപ്പോൾ ഒരു മൂപ്പർ ഉത്സവ സമയത്ത് വരും, പിന്നെ വിജയദശമി, അങ്ങനെ അതിൻ്റെ ഇതെല്ലാം ഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ രഹസ്യ സ്വഭാവത്തിലാണല്ലോ നമ്മൾ കൊട്ടിയൂരെ പോലെ തന്നെ ഇവിടുത്തെയും പണ്ട് കാലത്തിലെ അതേ സിസ്റ്റം ഇപ്പം പോകുന്നുണ്ട്. പിന്നെ കൊട്ടിയൂരായിട്ട് അഭേദ്യമായ ബന്ധമുള്ളൊരു ക്ഷേത്രം തന്നെയാണിത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ മണത്തണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാളുമായി ബന്ധപ്പെടാണ്ട് ഒന്നും ക്ഷേത്ര നഗരി എന്നല്ലോ പെരുമാളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇതിൻ്റെ ഒരു വഴിനടാന്ന് പറയും, മുമ്പ് സ്ഥാനം ഏറ്റവും കൂടുതൽ ദേവീക്ഷേത്രങ്ങളുടെ നഗരമാണല്ലോ മണത്തണ. തീർച്ചയായിട്ടും മണത്തണ വെച്ചാൽ നമുക്ക് ഇന്നും ഇപ്പം കുറേ കാവുകൾ നശിച്ചതും പണ്ട് കാലത്ത് പൊളിഞ്ഞു പോയത് ഉയർത്തിക്കൊണ്ടിരുന്നത്, ഇനിയും ഉയരാൻ കാവുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഭഗവതിമാരുടെ സങ്കല്പമാണ് ഏറ്റവും കൂടുതൽ, ദേവീ സങ്കല്പമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇതിൻ്റെ വടക്ക് ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ആരൂഢ സ്ഥാനമുണ്ട്, അത് ഇവിടെ നാഗസ്ഥാനമുണ്ട്. 3 വർഷം കൂടുമ്പോൾ പിന്നെ ഉത്സവം വർഷത്തിലൊരു പ്രാവശ്യം നടക്കാറില്ല. ഇവിടുത്തെ ഉത്സവം പ്രധാനപ്പെട്ട ഉത്സവം വെച്ചാൽ നമ്മളെ ഈ ദേശത്തിൻ്റെ മഹോത്സവമായിട്ട് തന്നെ കൊണ്ടാടുന്നതാണ്. അതായത് കുംഭമാസത്തിലാണ് ഉത്സവം ഉണ്ടാകുക. കുംഭം അത് അതിഗംഭീരമായിട്ട് ഘോഷയാത്രയോടുകൂടി നല്ല പണ്ട് അറിയാം, ചെറുതിലെ ഇല്ലേ, എന്നെക്കാട്ടി അനുഭവമില്ലായിരിക്കും. അപ്പോൾ അത്രയും പിന്നെ അതായത് കണിച്ചാറ്, ആഴോത്തുംചാല്, പിന്നെ ചാണപ്പാറ കാഴ്ചകൾ വരുന്ന കാഴ്ച, പിന്നെ വളയങ്ങാട് എന്നിങ്ങനെ എല്ലാ ദേശത്തു നിന്നും കൂടി കലശവും അതേപോലെ കാഴ്ചയും അടിയറ കലശങ്ങൾ, പിന്നെ അങ്ങനെ ഘോഷയാത്രകൾ ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ്. അത്രയും ഒരു നാട്ടിൻ്റെ നമ്മളെ ഈ അണ്ടലൂർക്കാവിനെ ഉപമിച്ച് പറയാൻ പറ്റില്ല, ഏകദേശം അതേപോലെ തന്നെ ഈ ദേശത്തിലെ ഇത്രയും ദേശക്കാർ ഉൾപ്പെട്ടുകൊണ്ട് ഗംഭീരമായിട്ട് ഭഗവതീൻ്റെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഒരു സന്നിധാനം. ഈ കുംഭം 9-10 അതായത് 6-7 നേരം തുടങ്ങും. അതിന്റെ മുന്നോട്ട് ഉത്സവം എടുത്ത തറ 8-9 8-9 9-10 സോറി 9-10 ഇംഗ്ലീഷ് മാസം. അത് ഫെബ്രുവരിയിലാണ് വരിക. ഫെബ്രുവരി ഏകദേശം ഒരു 20-21 അങ്ങോട്ടും ഇങ്ങോട്ടും. മലയാളം നമുക്ക് മലയാള മാസം എടുക്കുക. ഈ പി കെ കൃഷ്ണൻ കൊട്ടിയൂരുമായി സംക്രമത്തിൻ്റെ ഒക്കെ നമ്മളെ ഇങ്ങോട്ടിലെ ഈ കലണ്ടറിൽ വ്യത്യാസം ഉണ്ടല്ലോ, മനോരമയും മാതൃമയും. ഇപ്പോൾ പി കെ കൃഷ്ണൻ കലണ്ടറിലെ ആ ഡേറ്റാണ് ഇവിടെ എടുക്കുക. കുംഭം 9-10 അത് ഫെബ്രുവരി മാസത്തിലെ വരിക. ഫെബ്രുവരി ഒരു ലാസ്റ്റ് തൊട്ട്. ഇത് വിജയുടെ ഇവിടുത്തെ കലശക്കാരനാണ്, തറവാട്ടാണ്. ബാക്കി വിജയേട്ട നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനെല്ലാം പറ്റിയിട്ട് അപ്പോൾ കലശക്കാരനടുത്ത മെയിൻ ഭഗവതിൻ്റെ നയിക്കുന്ന ആളാണ്. അത് ശരി. പിന്നെ കർമ്മം ഈ ഭഗവതി തറയിലെ കർമ്മം കലശക്കാരനാണ് ചെയ്യാറ്. പിന്നെ ബാക്കി പെരുവണ്ണാൻ കോലധാരിനെ പിന്നെ സഹായിക്കലാണ്. കെട്ടിക്കഴിഞ്ഞാൽ ദൈവമായി മാറിയില്ലേ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് സഹായിയായിട്ട് പിന്നെ കലശക്കാർ 2 ആളുണ്ടാവും, മുതക്കലശും ബൈക്കലശും. ബൈക്കലശ സത്യം, പിന്നെ പുരുഷന് സുഖമില്ലാത്തതുകൊണ്ട് സത്യനാണ് പുരുഷ ബൈക്കലശക്കാർ. പിന്നെ യോഗി പൂജ കർമ്മങ്ങളൊക്കെ 7-ാം തീയതി നിഗൂഢ കർമ്മം നടക്കും. പിന്നെ ഉത്സവം കുംഭത്തിൽ അല്ലേ? ഉത്സവം കുംഭം 9-10 ഉത്സവം നടക്കും. 9-10 ഉത്സവം. തറ ഉത്സവം 4 ദിവസം ഉണ്ടാവും. അത് തറ 9-10 8-ാം തീയതി തുടങ്ങും അല്ലേ? 7-8 9-10 7-ാം തീയതി അങ്ങേ അമ്പലത്തിൽ പൂജയുണ്ട്. കെട്ടിനും ആയൂരത്തിൽ 9-നായിരുന്നു കൂട്ടിക്കൊണ്ടിരിക്കും ഭഗവതിനെ. അവിടെ ഭഗവതിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് ഇവിടെ കുടി പിന്നെയാണ് തുടങ്ങുന്നത് അല്ലേ? പിന്നെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളും ഭഗവതിൻ്റെ അമ്മയും 2 മക്കളും സങ്കല്പമാണ്. അത് ആദ്യം 2 മക്കളെ വെള്ളാട്ടം കഴിയും, പിന്നെ അമ്മ ലാസ്റ്റ് 3ാമത്തെ വെള്ളാട്ടം അമ്മയാണ് കലശവും അടിയേറിയതും കയറ്റുന്നത്, അമ്മേൻ്റെ വെള്ളാട്ടം. അത് കഴിഞ്ഞ് പിന്നെ അമ്മേൻ്റെ വെള്ളാട്ടം കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ ഭഗവതി, ചെറിയ ഭഗവതി വരും, പിന്നെ വലുത് വരും. അത് പിന്നെ അമ്മ വരും. എതര പൊരളാൻ കാണിച്ചു 4:30 ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കലാശം ഇതുമെല്ലാം കഴിഞ്ഞ് പാടം നീക്കി പിന്നെ ആളുമായിട്ട് പിന്നെ മേലായിപ്പടി സ്ഥാനികരുമായിട്ട് സംവാദിച്ചതിന് ശേഷം എല്ലാവരോടും പിന്നെ ഇരുന്ന് സംസാരിക്കും. പിന്നെ വൈകുന്നേരം ആവും കഴിയാൻ.
ഇത് നടുക്കത്തെ ഭഗവതി, അതായത് ഇവിടുത്തെ മെയിൻ ദേവിയുടെ. അതായത് അപ്പുറം ഇപ്പുറം അടുത്തും വലത്തുള്ളത് മക്കള്, 2 മക്കൾ എന്നല്ലേ, പുള്ളിയാളി പുള്ളിക്കരിങ്കളി പേര് നാമധേയം, പുള്ളിയാളി പുള്ളിക്കരിങ്കളി അല്ലേ. അപ്പോൾ അപ്പുറം ഇപ്പം അടുത്തും വലത്തായിട്ട് 2 ചെറിയ ഭഗവതിമാരുടെ സങ്കല്പം. ഇത് തന്നെയാണ് പള്ളിയുടെ ഉള്ളിലും, അതായത് ഉത്തമത്തിൽ ഈ സോപാനത്തിനുള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇതേ സങ്കല്പമാണ്. അത് ഉത്തമകർമ്മം, ഇവിടെ മധ്യമകർമ്മം. അതാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. പണ്ട് കാലത്ത് ഇതൊക്കെ രണ്ടും ഒരുമിച്ചായിരുന്നു. നിങ്ങളെ ഓർമ്മയിൽ കാണാം, പണ്ടത്തെ അധികം യോഗി മഠവും കലശത്തറയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊരു ജ്യോതിഷ വിധി പ്രകാരമാണ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നത്. 2 സിസ്റ്റത്തിലായി മാറ്റങ്ങൾ വന്നു. ഈ കാണുന്നതാണ് കൊട്ടിയൂർ പെരുമാള സ്ഥാനം, മേലായിപ്പടി എന്നാണ് പറയുന്നത്. ബാക്കി തിരുവാഭരണം ഉത്സവത്തിനെടുക്കും. ശരി. ഇതിപ്പോൾ കലശത്തിന് മാത്രം. ഇത് മാത്രം.
മാതാവ് ഗ്രാണ്ട് കൂടെ ബ്രഹ്മാണ്ട് തന്നുകൊണ്ടാണ് തുകയായിട്ടും മനത്തെ കണ്ടാപ്രതിക്കാട്ടും പ്രതികണ്ടാപത്തിയായിട്ടും സാക്ഷ്യാന്തളായിട്ട് സർവ്വസമതിയായിട്ട് കാവലായിട്ട് എൻ്റെ പൊന്നുകളും മാതാവസ്ഥിക്കണം വേട്ട നിലർന്നു ദേവരാക്കം നേത്തോട്ട് നേവരെയും മല്ലിശ്ശേരിയിലെ കുറുമ്പേട്ട് തറവാട്ട് പറയേണ്ട നമ്മുടെ ഭാഷ കൂടെ നാട്ട് പിടിച്ച് കൂടെ നാട്ടിൽ മാതാവിൻ്റെ അടിക്കമറ്റ സാൻപട്ടിക്ക് എടുത്തു നോക്കാം മുള്ളു പിടിക്കലും മുറക്കേ മാതാവിടെ കരം പിടിച്ചു എൻ്റെ ശ്രീഭാനലച്ചൻ്റെ ഓമന തിന്നോട്ട് ഭാഷമാർ പ്രത്യേകിച്ച് പേരനാമതി മാതാ കൽപ്പിച്ചു ദേവരാരം കുറവുടെ ഒരാക്കിനട്ടെ ചൊവ്വാച്ചൻ പിള്ളാച്ചൻ പ്രാക്കുട സംഗമം വെളിച്ചത്തോട് വിസേക്കും മാതാവിൻ്റെ ആട്ടവും തോറ്റുവാനും പണ്ട് എടുക്കുന്ന ആളുകളിലും ദേവറാക്കേൻ്റെ വഴിയാമണ്ണൻ്റെ ഭാഷമാർ കൽപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ സന്തോഷപ്പെടുത്തരാം പള്ളി സ്ഥാനപ്പെട്ട് കുറിച്ച് നിരയൊക്കെ മാതാവിടെ വാങ്ങിച്ചെങ്കിലും അനേകം പുത്രിപുത്രന്മാർ അനവധി ഭക്തന്മാർ ഭക്തിയോട് ശുദ്ധിയോടൊക്കെ മനസ്സറിഞ്ഞ് മാതാവിനെ കണ്ടും വ്യാട്ട് ഭജിച്ച് പ്രാർത്ഥിച്ച എൻ്റെ ഭക്തന്മാരെ കണ്ടി പ്രാർത്ഥി കൽപ്പിക്കാനായി കൊണ്ട് വഴി മാതാവിടെ കണ്ടുവച്ചാൽ മതിയല്ലോ അതേ പ്രാക്കൻ്റെ അന്നോട്ട് ഭാഷമാരൊക്കെ വലത്തിന്റെ ബ്രഹ്മത്തിനും മുടിയത്തോട് പുരുഷത്തിനും പുത്രാലയത്തിനും ഇല്ല കുറുമ്പ്യാടത്തിനോട് ധ്യാനത്തിനോ പ്രാർത്ഥിക്കുന്ന ദേവരാരും വിളിച്ചോറ് വിളിക്കുക പൂർവ്വളിയായിട്ട് മാതാവിൻ്റെ പരമളും പാറപ്പുറം നേതൃത്വ പ്രാപിച്ചവരത്തെ മാതാവിടെ സന്തോഷപ്പെടുത്തണം കുറവടി വരാക്കണം മാതാവിടെ നിർത്തി കിട്ടുന്നില്ലേ വാക്കണം രസസത്തിൽ വസിഷ്ഠൻ ഏത് പ്രാരൊക്കെ എടുത്തണോ അതേ പ്രാര ഫലങ്ങൾ എൻ്റെ നിർഭാഷയുടെ കന്നിട്ടുണ്ട് ഇവരൊക്കെ മാതാവിടെ കളിച്ചെങ്കിലും ദിനം വടക്കേ സിംബേട്ടൻ്റെ സന്താനങ്ങളെ എൻ്റെ പുത്രന്മാരെ പ്രാർത്ഥന ഫലത്തായിട്ട് അനുഭവം ദീപലക്ഷണം കുറവടി വരാക്കണം മാതാവിടെ വാങ്ങുന്ന ദേവരാറും മാതാവിന്റെ പെണ്ണുകളും നാട്ടാൻ മൂത്തനെ ധാരാളി വിളിച്ചരച്ച് കുട്ടയച്ചു എൻ്റെ സന്താനം കണ്ണീരായി കാവലായിട്ട് മാതാവിടെ കാത്തുരക്ഷിക്കാരെ കൂടി വഴി മാതാ ഭക്തന്മാരെ കുട്ടയച്ച് അന്ത്യണത്തിൽ ലവും കുരുവും തന്മത്തിന്മേ മുഴിമുഴിക്കാൻ മെതിഞ്ഞെന്ന് വിശേഷിച്ചു എൻ്റെ നാത്താനും പൂത്താനും വിളിച്ചരച്ച് കുട്ടയക്കേണ്ട വഴി മാതാവിടെ കണ്ടുവെക്കട്ടെ നിർവാചേ നാ വിശ്വാരിക്കട്ടെ വിശ്വാരിക്കട്ടെ സന്തോഷമായ കലശക്കര എല്ലാവരും എൻ്റെ കലശക്കാർമാർ പരമ്പരാൽ മനസ്സറിഞ്ഞ് മാതാവിന് കൃത്യവും കൃത്യാകൃത്യം പോലെ സത്യാസത്യം പോലെ ഭയഭക്തി വിശ്വാസം പൂർണ്ണന്മാർ ഏത് പ്രാരം ചൊല്ലിത്തതിനും അതേ പ്രാരം എൻ്റെ വഴിയാമണ്ണം എൻ്റെ കലയക്കാർമാർ വടക്കേ സുംപേട്ട മാതാവിൻ്റെ പ്രമുകളെയും എൻ്റെ നാത്താനും ഭൂത്താനും കാരാളും വെച്ച് ഞാൻ കൽപ്പിച്ചു പോകാൻ അതേ പ്രായം സന്തോഷപ്പെടുത്തണം മാതാവിടെ തൊട്ടിലേക്ക് കണ്ട് കരം പിടിച്ചു പോകാനെങ്കിലും മൂക്കൂടി സുവാക്കം ചെന്നോട് ദേശം പറഞ്ഞൊരു വാക്കും തിരട്ട് വാക്കണം സാക്ഷ്യം തള്ളായിട്ട് സർവസമതിയായിട്ട് കാവലായിട്ട് കത്തിച്ചിക്കാനെ കൊണ്ട് വഴി കലശക്കര മാതാവിടെ കണ്ടുവച്ചാൽ മതിയല്ലോ